ജന്തർ മന്ദറിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ വഷളാവുന്ന സാഹചര്യമാണുള്ളത്. അവിടെ പോലീസ് CJP അനുകൂലികളെ ലാത്തിച്ചാർജ് ചെയ്യുകയാണ് എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. സമരക്കാർക്കെതിരെ ടിയർ ഗ്യാസ്, പ്രതിഷേധക്കാർക്കെതിരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ. हेलो ശരത്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്ത്, എന്താണ് അവിടെ ഒരു സാഹചര്യം? തലസ്ഥാന നഗരിയിൽ കലുഷിതമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെ പ്രതിഷേധക്കാർക്കെതിരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുകയാണ് നിലവിൽ പോലീസ്. ശരത് ലാൽ ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ത്, എന്താണ് അവിടെ നിലവിലെ സാഹചര്യം? പറയൂ. ഇവിടെ അതീവ സംഘർഷ സാധ്യത തന്നെയാണ്. കാരണം പാർലമെന്റിലേക്കുള്ള റാഫി മാർഗ്, നമ്മൾ ഓഫീസ് നിൽക്കുന്ന റാഫി മാർഗിലെ ഗേറ്റിൽ 4 തവണയാണ്, പാർലമെന്റിന്റെ മെയിൻ കവാടമാണ്, ആ കവാടത്തിന്റെ അടുത്തുവരെ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നു. ശ്രമശക്തി ഭവൻ, അതേപോലെ തന്നെ അനുച്ഛേദ ഭവൻ എന്നീ സർക്കാർ ഓഫീസുകൾക്കൊക്കെ ഉള്ള മുമ്പിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. കാരണം 6 റൗണ്ട് ടിയർ ഗ്യാസ്, അതായത് കണ്ണീർവാതം പ്രയോഗിച്ചു. വിദ്യാർത്ഥികൾ ഇപ്പോൾ ലാത്തി വീശി പിന്നെ റാഫി മാർഗിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഏതായാലും ശക്തമായ പോലീസ് സന്നാഹം രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇന്ത്യ ഗേറ്റുമുള്ള ജനപദിലും ഇതേപോലെ വിദ്യാർത്ഥികൾ ജനപദിലും പിന്നെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയാണ്. ഏതായാലും 4 സൈഡ്, പാർലമെന്റിന്റെ 4 സൈഡിലേക്ക് വരുന്ന റോഡുകളിലും വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അതായത് അതേസമയം ജന്തർ മന്ദിറിൽ സമരം നടക്കുമ്പോൾ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് ഇരച്ചെത്തിയിരിക്കുന്നത് പാർലമെന്റിലേക്ക്. ടിയർ ഗ്യാസ് പല വിദ്യാർത്ഥികൾക്ക് നേരെ ടിയർ ഗ്യാസ് വായിച്ചുകൊണ്ട് പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ലാത്തി വീശലിനും പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് വിദ്യാർത്ഥികൾ പിരിയാൻ ചെയ്യാറില്ല. ഇപ്പോൾ നിലവിൽ റാഫി മാർഗിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനകത്ത് വളരെ കൂടുതൽ പെട്ടെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ കൂട്ടം കൂടുകയും ഇതിലേക്ക് പിന്നെ പാർലമെന്റിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇവിടെ വെച്ചാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. 4 സൈഡിലും. കാരണം 5000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ റാഫി മാർഗിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വിസൽസ് തരാൻ പറ്റാത്ത ഏക കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡാറ്റ സർവീസ് പൂർണ്ണമായി പിന്നെ ഡൗൺ ചെയ്തിരിക്കുകയാണ് സർക്കാർ. യാതൊരുവിധ ഡാറ്റ സർവീസും യാതൊരുവിധ കണക്ടിവിറ്റിയും ഇവിടെ ലഭിക്കുന്ന ടെലിഫോണിലുള്ള കണക്ടിവിറ്റി മാത്രമാണ് ലഭിക്കുന്നത്. അത് ഈ കാര്യത്തിൽ കൂടുതൽ റിസൾട്ട്സ് നമുക്ക് ലഭിക്കാൻ പറ്റുന്നില്ല. ഏതായാലും പോലീസ് ശക്തമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുണ്ട്. ബാരിക്കേഡിന് മുമ്പിൽ കയറാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളാവട്ടെ ഇവിടെ റോഡിൽ കുത്തിയിരിക്കുകയാണ്. അപ്രത്യക്ഷമായ ഒരു മിന്നൽ സമരം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ടിയർ ഗ്യാസ് പോലീസ് സമയം പാലിച്ചത് കൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറാതിരുന്നത്. ഈ പ്രദേശത്ത് പോലീസുകളുടെ എണ്ണം കുറവായിരുന്നു. കാരണം ജന്തർ മന്ദിറിലാണ് സമരം നടക്കുന്നത്. വിദ്യാർത്ഥികൾ മറ്റൊരു തരത്തിലൂടെ ഇതിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ പോലീസിനെ പോലീസ് ഏതായാലും ഇപ്പോൾ പാർലമെന്റിന് ചുറ്റുമുള്ള വീണ്ടും വളരെ പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടിയർ ഗ്യാസ് വിദ്യാർത്ഥികളെ നേരത്തെ തന്നെയാണ് പ്രയോഗിച്ചത്. ഇനി അതുകൊണ്ട് തന്നെ ലാത്തി വീശി ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാരിക്കേഡിന് പുറത്തേക്ക് വിദ്യാർത്ഥികളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സംഘർഷം ഇപ്പോഴും തുടരുന്നുണ്ട്. ശ്യാമിലി.